നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. വൈദ്യുതി മുടങ്ങിയത് പുനഃസ്ഥാപിക്കാത്തതിൽ പ്രതിഷേധിച്ച് ഉപയോക്താക്കൾ പുലർച്ചെ 2 മണിക്ക് വൈദ്യുതി ഓഫീസിൽ സമരം നടത്തി. വെങ്ങല്ലൂർ ഗുരുവൈ-ടി-സി വാർഡിലുള്ളവരാണ് ജനകീയ സമരവേദിയുടെ ആഭിമുഖ്യത്തിൽ രാത്രി സമരം നടത്തിയത്. വഴുത്തല സർവീസ് ബാങ്കിന്റെ കീഴിൽ പ്രവർത്തിച്ചു വന്നിരുന്ന വളം ഡിപ്പോ വഴുത്തലയിലുള്ള മണക്കാട് പഞ്ചായത്ത് മാർക്കറ്റ് ബിൽഡിംഗിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിച്ചു. ലക്ഷ്യബോധവും കഠിനാധ്വാനവും കൂട്ടായ പ്രവർത്തനവും ഉണ്ടെങ്കിൽ വിജയം സ്വന്തമാക്കാനാവുമെന്ന് കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ. വാഴത്തോപ്പ് കുടുംബാരോഗ്യ കേന്ദ്രം സംബന്ധിച്ചുള്ള പഞ്ചായത്ത് ഭരണസമിതിയുടെ അവകാശവാദം അടിസ്ഥാനരഹിതവും വസ്തുതകൾക്ക് നിരക്കാത്തതുമെന്ന് ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ ഇടുക്കി ജില്ലാ ഭാരവാഹികൾ ആരോപിച്ചു. അക്ഷയ തൃതീയ നാളിൽ സ്വർണം സ്വന്തമാക്കുവാൻ ജ്വല്ലറികളിൽ തിരക്കനുഭവപ്പെട്ടു. വാർത്തകൾ വിശദമായി. വൈദ്യുതി മുടങ്ങിയത് പുനഃസ്ഥാപിക്കാത്തതിൽ പ്രതിഷേധിച്ച് ഉപയോക്താക്കൾ പുലർച്ചെ 2 മണിക്ക് വൈദ്യുതി ഓഫീസിൽ സമരം നടത്തി. വെങ്ങല്ലൂർ ഗുരുവൈ-ടി-സി വാർഡിലുള്ളവരാണ് ജനകീയ സമരവേദിയുടെ ആഭിമുഖ്യത്തിൽ രാത്രി സമരം നടത്തിയത്. പ്രശ്നം പരിഹരിക്കാമെന്ന ഉറപ്പിൽ സമരം അവസാനിപ്പിച്ചു. സമരത്തിന് ES അഖിൽ, അക്കു, ജമാൽ എന്നിവർ നേതൃത്വം നൽകി. പള്ളിക്കുട്ടിയിലെല്ലാം കരഞ്ഞോടൊക്കെ വേണ്ടില്ല നമ്മൾ വന്നപ്പോ നമ്മുടെ മുകളിലേക്കൊട്ട വെള്ളുട്ടപ്പള്ളി വഴിക്ക് ഒറ്റടിക്കോ പഴയ വീട്ടില്ലേ ചോദിക്കുണ്ടോ വെള്ളുട്ടപ്പള്ളിയിലുണ്ടോ പോലീസിന് വിളിച്ചാലേ ഞങ്ങളോട് തന്നെ ഞങ്ങൾ നിങ്ങൾ 3:30 ഞങ്ങളും മനുഷ്യന്മാരാണ്. ഞാൻ എട്ടരയ്ക്ക് വന്ന് ഡ്യൂട്ടി കയറിയ ആളാണ്. എനിക്ക് അവിടെ എന്തൊക്കെയാ സ്ഥിതിയില്ല. ഞാൻ പുതിയ ഇവിടെ ട്രാൻസ്ഫർ വന്നത് എനിക്ക് സെക്ഷനെ പറ്റി അറിയില്ല. ആ പട ഈ സെക്ഷനിൽ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഞങ്ങളുടെ ടൈം നോക്കിക്കൊണ്ടിരിക്കാനുള്ള സമയത്തില്ല. തീരുമാനമാക്കിയിട്ട് ഞങ്ങൾ അവസ്ഥ നമുക്ക് ചൂട് കാരണം പോലീസിനെ വിളിച്ചോ. അത്യുഷ്ണം മൂലം ഫാമിൽ വളർത്തുന്ന കോഴികൾ ചാകുന്നതായി പരാതി. കോതമംഗലം നഗരസഭ 3-ാം വാർഡായ രാമല്ലൂരിലാണ് കോഴികൾ കൂട്ടത്തോടെ ചത്തുവീഴുന്നത്. കർഷകനായ എമ്പാശ്ശേരി ചാർലി കുര്യാക്കോസിന്റെ ഉടമസ്ഥതയിലുള്ള കോഴി ഫാമിലാണ് കോഴികൾ കൂട്ടത്തോടെ ചത്തുപോകുന്നത്. അത്യുഷ്ണം മൂലം ഫാമിൽ വളർത്തുന്ന കോഴികൾ ചാകുന്നതായി പരാതി. കോതമംഗലം നഗരസഭ 3-ാം വാർഡായ രാമല്ലൂരിലാണ് കോഴികൾ കൂട്ടത്തോടെ ചത്തുവീഴുന്നത്. കർഷകനായ എമ്പാശ്ശേരി ചാർലി കുര്യാക്കോസിന്റെ ഉടമസ്ഥതയിലുള്ള കോഴി ഫാമിലാണ് കോഴികൾ കൂട്ടത്തോടെ ചത്തുപോകുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ 200ഓളം കോഴികളാണ് ചത്തുവീണത്. കഴിഞ്ഞ രാത്രിയിൽ മാത്രം 70ഓളം കോഴികൾക്ക് ജീവാപായം സംഭവിച്ചു. ഈ ആഴ്ച കച്ചവടത്തിനായി കയറ്റി അയക്കേണ്ട കോഴികളാണ് ചത്തുപോയിക്കൊണ്ടിരിക്കുന്നത്. കോഴിയെ കൂടാതെ മീൻ വളർത്തൽ കൃഷിയും ഈ ഫാമിനോട് ചേർന്നുള്ള പാറക്കുളത്തിൽ നടത്തി വരുന്നുണ്ട്. കാലാവസ്ഥ അനുകൂലമല്ലാത്തതിനാൽ മീനുകളും ചത്തുപൊങ്ങുന്നുണ്ടെന്ന് കർഷകന് പരാതിയുണ്ട്. ഈ ചൂടിന്റെ കൂടുതലുകൊണ്ട് എന്റെ കോഴി ചത്തുപോയിട്ടുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചകളിൽ 200ഓളം കോഴി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഈ ചൂട് കൂടുതലായതനുസരിച്ച് ഫാൻ വെച്ചിട്ടും അതിൻ്റെ അകത്ത് തരണം ചെയ്ത് വരുന്നില്ല. അവർ പറഞ്ഞിട്ട് 2-3 പ്രാവശ്യം കോഴിനെ ഏൽപ്പിച്ചിടാൻ പറ്റില്ല, അതും പറ്റില്ല. പിന്നെ ഈ കോഴി ചത്തുപോകാൻ പറ്റി എൻ്റെ ഒരു ഉപജന മാർഗ്ഗമാണത്. എനിക്കത് വലിയ നഷ്ടമാണ് പറഞ്ഞത്. ഒരാഴ്ച കഴിഞ്ഞ കോഴി പിടിച്ചു പോണ കോഴിയാണത്. ചാവ്ലിയുടെയും കുടുംബത്തിന്റെയും ഉപജീവന മാർഗമാണ് കോഴി ഫാമും മീൻ കൃഷിയും. എന്നാൽ ഈ ചൂട് കാലാവസ്ഥ തുടരുകയാണെങ്കിൽ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന വ്യാകുലതയിലാണ് ചാർലിയും കുടുംബവും. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.
വഴുത്തല സർവീസ് ബാങ്കിന്റെ കീഴിൽ പ്രവർത്തിച്ചു വന്നിരുന്ന വളൺ ഡിപ്പോ കൂടുതൽ സൗകര്യപ്രദമായ രീതിയിൽ വഴുത്തലയിലുള്ള മണക്കാട് പഞ്ചായത്ത് മാർക്കറ്റ് ബിൽഡിംഗിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിച്ചു. അതോടൊപ്പം തന്നെ കാർഷിക ഉപകരണങ്ങളുടെ വിപണന കേന്ദ്രവും പുതിയതായി ആരംഭിച്ചു. ബാങ്ക് പ്രസിഡന്റ് ക്ലെമന്റ് ഇമ്മാനുവൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വളൺ ഡിപ്പോയുടെ ഉദ്ഘാടനം മണക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ടോണി കുര്യാക്കോസും വിപണന കേന്ദ്ര ഉദ്ഘാടനം പുറപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ഭാസ്കരൻ എ.കെയും നിർവഹിച്ചു. വഴുത്തല സർവീസ് സഹകരണ ബാങ്കിന്റെ കീഴിൽ പ്രവർത്തിച്ചു വന്നിരുന്ന വളം ഡിപ്പോ കൂടുതൽ സൗകര്യപ്രദമായ രീതിയിൽ വഴുത്തലയിലുള്ള മണക്കാട് പഞ്ചായത്ത് മാർക്കറ്റ് ബിൽഡിംഗിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിച്ചു. അതോടൊപ്പം തന്നെ കാർഷിക ഉപകരണങ്ങളുടെ വിപണന കേന്ദ്രവും പുതുതായി ആരംഭിച്ചു. ബാങ്ക് പ്രസിഡന്റ് ക്ലെമന്റ് ഇമ്മാനുവലിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ വളം ഡിപ്പോയുടെ ഉദ്ഘാടനം മണക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ടോണി കുര്യാക്കോസും വിപണന കേന്ദ്ര ഉദ്ഘാടനം പുറപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ഭാസ്കരൻ എ.കെയും നിർവഹിച്ചു. ആദ്യ വിൽപ്പന ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോബി മാത്യുവിൽ നിന്നും വ്യാപാരി വ്യവസായ പ്രസിഡന്റ് തോമസ് കുരുവിള ഏറ്റുവാങ്ങി. ഈ നാട്ടിലെ കർഷകർക്കും സാധാരണക്കാർക്കും പ്രയോജനം ചെയ്യുന്ന രീതിയിലുള്ള ഒരു മാർക്കറ്റാക്കിയും ഒരു സംരംഭമാക്കിയൊക്കെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ സഹായങ്ങളും ഉണ്ടാവും. ബാങ്കിനോടൊപ്പം തന്നെ ചേർന്ന് നിന്നുകൊണ്ട് നമുക്കൊന്നിച്ച് സഹകരിച്ച് മുന്നേറാം. വിപണന കേന്ദ്രവും വളൺ ഡിപ്പോയുടെയും ഒക്കെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചെന്ന് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. പുറപ്പുഴ പഞ്ചായത്ത് മെമ്പർ തോമസ് പൈത്തനാൽ ആശംസകൾ നേർന്നു. ബാങ്ക് വൈസ് പ്രസിഡന്റ് സോമി വട്ടക്കാട്ട് സ്വാഗതവും റനീഷ് മാത്യു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, വഴുത്തല. ലക്ഷ്യബോധവും കഠിനാധ്വാനവും കൂട്ടായ പ്രവർത്തനവും ഉണ്ടെങ്കിൽ വിജയം സ്വന്തമാക്കാനാവുമെന്ന് കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ. നാക് A++ ഗ്രേഡ് നേടിയ ന്യൂമാൻ കോളേജിന്റെ വിജയദിനാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോളേജ് മാനേജർ മോൺസിഞ്ഞർ പയസ് മലയക്കണ്ടത്തിൽ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ ബിജിമോൾ തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. ലക്ഷ്യബോധവും കഠിനാധ്വാനവും കൂട്ടായ പ്രവർത്തനവും ഉണ്ടെങ്കിൽ വിജയം സ്വന്തമാക്കാനാവുമെന്ന് കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ. നാക് A+ ഗ്രേഡ് നേടിയ ന്യൂമാൻ കോളേജിന്റെ വിജയദിനാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോളേജിന് ലഭിച്ച അംഗീകാരം പാഠ്യേതര രംഗങ്ങളിൽ ബഹുദൂരം മുന്നേറാൻ ഇടയാക്കുമെന്നും ബിഷപ്പ് പറഞ്ഞു. കോളേജ് മാനേജർ മോൺസിഞ്ഞർ പയസ് മലയക്കണ്ടത്തിൽ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ ബിജിമോൾ തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. ഹയർ എഡ്യൂക്കേഷൻ സെക്രട്ടറി ഡോക്ടർ പോൾ പാർത്താഴം, PTA വൈസ് പ്രസിഡന്റ് ജോയി കിഴക്കൽ, കോളേജ് യൂണിയൻ ചെയർമാൻ ജോസ്മൻ ഷിജോ എന്നിവർ പ്രസംഗിച്ചു. ബർസ ഫാദർ ബെൻസൺ എൻ ആന്റണി സ്വാഗതവും IQAC കോർഡിനേറ്റർ ഡോക്ടർ TR അഞ്ജു നന്ദിയും പറഞ്ഞു. കോർഡിനേറ്റർമാർക്ക് ബിഷപ്പ് മൊമെന്റോ വിതരണം ചെയ്തു. നിയുക്ത പ്രിൻസിപ്പൽ ഡോക്ടർ ജെന്നി കെ അലക്സന് ബിഷപ്പ്മാർ ജോർജ് മർത്തിക്കണ്ടത്തിലും മാനേജർ മോൺസിഞ്ഞോർ പയസ് മലയക്കണ്ടത്തിലും ചേർന്ന് ന്യൂമാൻ കോളേജ് പുറത്തിറക്കിയ പുസ്തകം കൈമാറി. പൊതുസമ്മേളനത്തെ തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വാഴത്തോപ്പ് കുടുംബാരോഗ്യ കേന്ദ്രം സംബന്ധിച്ചുള്ള പഞ്ചായത്ത് ഭരണസമിതിയുടെ അവകാശവാദം അടിസ്ഥാനരഹിതവും വസ്തുതകൾക്ക് നിരക്കാത്തതുമെന്ന് ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ ഇടുക്കി ജില്ലാ ഭാരവാഹികൾ ചെറുതോണിയിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. പഞ്ചായത്ത് ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമിച്ചിട്ടുള്ള ഡോക്ടറും ഇടുക്കി മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളും ഉച്ചവരെ രോഗികളെ പരിശോധിക്കാറുണ്ടെങ്കിലും വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാകാത്തത് രോഗികളെ വലയ്ക്കുന്നതായും ഇവർ പറഞ്ഞു. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിലെ സാധാരണക്കാരുടെയും ആദിവാസി പിന്നോക്ക വിഭാഗക്കാരുടെയും ഏക ആശ്രയമായ വാഴത്തോപ്പ് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം കാര്യക്ഷമമല്ലാതായിട്ട് മാസങ്ങളായി. വൈകുന്നേരം 6 മണി വരെ OP പ്രവർത്തിക്കുമെന്നാണ് ആരോഗ്യവകുപ്പ് മന്ത്രി ഉദ്ഘാടന വേളയിൽ ഉറപ്പ് നൽകിയത്. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം OP പ്രവർത്തിക്കാറില്ല. പല ഞായറാഴ്ചകളിലും അവധി ദിവസങ്ങളിലും സ്ഥാപനം തുറക്കാറുമില്ല. തുറക്കുന്ന ദിവസങ്ങളിൽ പലപ്പോഴും ദിവസവേതനം കൈപ്പറ്റുന്ന ഒരു നേഴ്സോ സ്വീപ്പറോ മാത്രമാണ് എത്താറുള്ളത്. പ്രവൃത്തി ദിവസങ്ങളിൽ 6 മണി വരെ സേവനം നൽകേണ്ട സ്ഥാപനം 4 മണിക്ക് മുൻപ് അടച്ചുപൂട്ടി ജീവനക്കാർ പോകുന്നത് പതിവ് കാഴ്ചയാണ്. കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ മാസങ്ങളായി ഈ സ്ഥാപനത്തിൽ വരാറില്ല. പഞ്ചായത്ത് ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമിച്ചിട്ടുള്ള ഡോക്ടറും ഇടുക്കി മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളും ഉച്ചവരെ രോഗികളെ പരിശോധിക്കാറുണ്ടെങ്കിലും വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാകാത്തത് രോഗികളെ വലയ്ക്കുന്നു. 31 ആരോഗ്യ പ്രവർത്തകർ ഒപ്പിട്ട് എല്ലാ ദിവസവും വേതനം കൈപ്പറ്റുന്നുണ്ടെങ്കിലും ബഹുഭൂരിപക്ഷം സ്റ്റാഫുകളും ഈ സ്ഥാപനത്തിൽ വരാറ് പോലുമില്ല.
CPMന്റെ നേതൃത്വത്തിലുള്ള സഹകരണ ആശുപത്രിയെ പുഷ്ടിപ്പെടുത്താൻ വേണ്ടിയാണ് കുടുംബാരോഗ്യ കേന്ദ്രത്തെ തകർക്കാൻ ശ്രമിക്കുന്നതെന്ന് DKTF ജില്ലാ കമ്മിറ്റി ആരോപിച്ചു. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെ ഈ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും രോഗികൾക്ക് സേവനം ലഭ്യമാകും എന്നാണ്. കുടുംബാരോഗ്യ കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം രോഗികൾക്ക് സേവനം ലഭിക്കുന്നതോടൊപ്പം തന്നെ മറ്റ് വ്യാപാര സ്ഥാപനങ്ങൾക്കും അതുപോലെ തന്നെ മറ്റ് സർട്ടിഫിക്കറ്റുകളും ഒക്കെ ലഭ്യമാകേണ്ട ഒരു സ്ഥാപനമാണ് ഈ കുടുംബ ആരോഗ്യ കേന്ദ്രം. കുടുംബ ആരോഗ്യ കേന്ദ്രമായി മാറ്റിയതിന് ശേഷം 3 മണി സമയം കഴിഞ്ഞ് ആ സ്ഥാപനം ഇതുവരെ പ്രവർത്തിക്കുന്നില്ല. ഡോക്ടർമാർ, അവിടെ മെഡിക്കൽ ഓഫീസറായിട്ടുള്ള ആൾ ആ സ്ഥാപനത്തിൽ വന്നിട്ട് തന്നെ മാസങ്ങളോളം പിന്നിട്ട് കഴിഞ്ഞിരിക്കുക. ഇത് മുൻ ജില്ലാ കളക്ടർ H. ദിനാശൻ സാറിന് അടക്കമുള്ളവരോട് പരാതിയായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. വാർത്താ സമ്മേളനത്തിൽ DKTF ജില്ലാ പ്രസിഡന്റ് അനിൽ ആനിക്കനാട്ട്, ഭാരവാഹികളായ മെർബിൻ മാത്യു, ജിജോ പാസ്റ്റർ, അബ്ദുൽ മനാഫ് അരിമ്പശ്ശേരി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. അക്ഷയ തൃതീയ നാളിൽ തൊടുപുഴ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇന്ത്യൻ ഹെറിറ്റേജ് ജ്വല്ലറി പ്രദർശനം ആരംഭിച്ചു. മെയ് 16 വരെയാണ് പ്രദർശനം. അനശ്വരമായ ഭാരതീയ സംസ്കാര പാരമ്പര്യത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട ആഭരണങ്ങളുടെയും നവീന ആഭരണങ്ങളുടെയും ശേഖരം ഇവിടെ ഒരുക്കിയിരിക്കുന്നു. പ്രദർശനത്തിന്റെ ഉദ്ഘാടനം ദീക്ഷിത നിർവഹിച്ചു. അക്ഷയ തൃതീയ ദിനത്തിൽ തൊടുപുഴ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇന്ത്യൻ ഹെറിറ്റേജ് ഷോയ്ക്ക് തുടക്കമായി. അനശ്വരമായ ഭാരതീയ സംസ്കാര പാരമ്പര്യത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട ആഭരണങ്ങളുടെ ശേഖരം ജീവിതത്തിലെ സവിശേഷ മുഹൂർത്തങ്ങൾക്ക് ചാരുത പകരാൻ അനന്യവും മനോഹരവുമായി രൂപകൽപ്പന ചെയ്ത പരമ്പരാഗതവും നവീനവുമായ ഡിസൈനുകളാണ് ഹെറിറ്റേജ് ഷോയിൽ ഒരുക്കിയിരിക്കുന്നത്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൊടുപുഴയിലെ നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഒരു ഹെറിറ്റേജ് ജ്വല്ലറി ഷോ ആരംഭിക്കുകയാണ്. 10-ാം തീയതി മുതൽ 16-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു ഹെറിറ്റേജ് ഷോയാണ്. അനശ്വരമായ ഭാരതീയ സങ്കല്പത്തിന്റെ പാരമ്പര്യവും പരമ്പരാഗതമായ ആഭരണങ്ങളുടെ ശേഖരണത്തിന്റെ പ്രദർശനവുമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരെയും ഞാൻ ആ ഷോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഔദ്യോഗികമായി ആ ഷോ ഉദ്ഘാടനം ചെയ്തതിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ദീക്ഷിതയെ ഞാൻ ക്ഷണിക്കുകയാണ്. പ്രദർശനത്തിന്റെ ഉദ്ഘാടനം ദീക്ഷിത അഞ്ജീബു നിർവഹിച്ചു. ആന്റിക് ആഭരണത്തിന്റെ ആദ്യ വിൽപ്പന ഷാജഹാൻ PKക്ക് നൽകിക്കൊണ്ട് ഷോറൂം ഹെഡ് ജെറാൾഡ് മാനുവൽ നിർവഹിച്ചു. മലബാറിന്റെ സബ് ബ്രാൻഡായ ഇറയുടെ ആദ്യ വിൽപ്പന ജോൺസൺ P സ്വീകരിച്ചു. മൈൻ ഡയമണ്ട് ജ്വല്ലറിയുടെ ആദ്യ വിൽപ്പന ദീക്ഷിത അൻബിജുവിന് നൽകിക്കൊണ്ട് ജെറാൾഡ് മാനുവൽ നിർവഹിച്ചു. മെയ് 10 മുതൽ 16 വരെയാണ് ഹെറിറ്റേജ് ഷോ ഒരുക്കിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. അക്ഷയ തൃതീയ നാളിൽ സ്വർണം സ്വന്തമാക്കുവാൻ മികവാർന്ന ഒട്ടനവധി ഓഫറുകൾ ഒരുക്കി തൊടുപുഴ പഴേരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം, ഡയമണ്ട് ആഭരണങ്ങൾക്ക് വിലക്കുറവ് ഉൾപ്പെടെ നിശ്ചിത ഗ്രാമിന് മുകളിൽ വാങ്ങുമ്പോൾ സ്വർണ്ണ നാണയം സമ്മാനമായും ലഭിക്കും. തിരക്ക് പിടിച്ചുള്ള ഷോപ്പിംഗ് ഒഴിവാക്കാൻ ആഭരണങ്ങൾ നേരത്തെ സെലക്ട് ചെയ്ത് മാറ്റിവെക്കാനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിരിക്കുന്നു. പഴേരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഡയറക്ടർമാരായ അബ്ബാസ് മാസ്റ്റർ, നിസാർ പഴേരി എന്നിവർ ചേർന്ന് ആദ്യ വിൽപ്പന നിർവഹിച്ചു. അക്ഷയ തൃതീയ നാളിന്റെ ഐശ്വര്യം പഴേരിയിലൂടെ സ്വന്തമാക്കുവാൻ ഉപയോക്താക്കൾക്കായി മികവാർന്ന ഒട്ടനവധി ഓഫറുകൾ ഒരുക്കി തൊടുപുഴ പഴേരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. 500 രൂപ അഡ്വാൻസ് ബുക്ക് ചെയ്ത് സ്വർണ്ണ നാണയം സമ്മാനമായി നേടുവാനും, അരപ്പവന് മുകളിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണ്ണ നാണയം സമ്മാനം, 20,000 രൂപയ്ക്ക് മുകളിൽ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണ്ണ നാണയം സമ്മാനം,
സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്, ഡയമണ്ട് ആഭരണങ്ങളുടെ പണിക്കൂലിയിൽ 40% ഡിസ്കൗണ്ട് തുടങ്ങി മികച്ച ഓഫറുകളാണ് സ്ഥാപനം ഉപയോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. പഴേരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഡയറക്ടർമാരായ അബ്ബാസ് മാസ്റ്റർ, നിസാർ പഴേരി എന്നിവർ ചേർന്ന് ആദ്യ വിൽപ്പന നിർവഹിച്ചു. മാനേജർ ചാൾസ് വി ജോസ്, സ്റ്റാഫ് അംഗങ്ങൾ എന്നിവരും സന്നിഹിതരായിരുന്നു. തിരക്ക് പിടിച്ചുള്ള ഷോപ്പിംഗ് ഒഴിവാക്കുവാൻ ആഭരണങ്ങൾ നേരത്തെ സെലക്ട് ചെയ്ത് മാറ്റിവെക്കുവാനുള്ള സൗകര്യവും ഒരുക്കിയിരുന്നു. നമസ്കാരം. ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ദിനമാണല്ലോ അക്ഷയ തൃതീയ. ഇന്നേ ദിവസം തൊടുപുഴയിൽ അക്ഷയ തൃതീയ പഴേരി ഗോൾഡിനൊപ്പം ആഘോഷിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും പഴേരി ഗോൾഡിൻ്റെ നാമത്തിൽ ഹൃദയംഗമായ നന്ദി. എന്നാൽ പഴേരി ഗോൾഡ് കസ്റ്റമർക്കായി ഒരുക്കിയിരിക്കുന്നത് വമ്പൻ ഓഫറുകളാണ്. 50% പണിക്കൂലിയിൽ ഓഫറും ഓരോ 4 ഗ്രാം പർച്ചേസിനും 4 ഗ്രാമിൻ്റെ സ്വർണ്ണാഭരണ പർച്ചേസിനും ഗോൾഡ് കോയിനുമാണ് നമ്മൾ സമ്മാനമായി നൽകുന്നത്. ഇന്നേ നാളിൽ ഇവിടെ എത്തിച്ചേർന്ന ഓരോ കസ്റ്റമറും തീർത്തും സംതൃപ്തരായിട്ടാണ് ഇവിടുന്ന് കടന്നു പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും പഴേരി ഗോൾഡിൻ്റെ ഹൃദയം നിറഞ്ഞ അക്ഷയ തൃതീയ ആശംസകൾ. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇന്ന് അക്ഷയ തൃതീയ. പുതിയ തുടക്കങ്ങളുടെയും സമൃദ്ധിയുടെയും പ്രതീകമായി ഹൈന്ദവ സംസ്കാരത്തിൽ ആഴത്തിലുള്ള പ്രാധാന്യം വഹിക്കുന്നതും പുതിയ സംരംഭങ്ങൾ, സ്വർണം വാങ്ങൽ, സ്വർണത്തിലും സ്വത്തിലുമുള്ള നിക്ഷേപങ്ങൾ എന്നിവയും അക്ഷയ തൃതീയ നാളിൽ ഉൾപ്പെടുത്തുന്നത് സർവ്വ ഐശ്വര്യമായി കരുതുന്നു. തോട്ടമേഖലയായ പീരുമേട്ടിലെ സ്വർണ്ണ വ്യാപാര സ്ഥാപനങ്ങളിലും അക്ഷയ തൃതീയ ദിനത്തിൽ സ്വർണം വാങ്ങുവാനെത്തിയത് നിരവധി ആളുകളാണ്. VR വിജയൻ തയ്യാറാക്കിയ സ്പെഷ്യൽ റിപ്പോർട്ട്. സർവൈശ്വര്യ ദിനമായി കരുതുന്ന അക്ഷയ തൃതീയ ദിനത്തിൽ പീരുമേട് തോട്ടം മേഖലയിലെ സ്വർണ്ണ വ്യാപാര സ്ഥാപനങ്ങളിലും അക്ഷയ തൃതീയ ദിനത്തിൽ സ്വർണം വാങ്ങുവാനെത്തിയത് നിരവധി ആളുകൾ. സ്വർണം വാങ്ങൽ, സ്വത്ത് സ്വരൂപണം, പുതിയ സംരംഭങ്ങൾ തുടങ്ങൽ എന്നിവയിൽ ഹൈന്ദവ ആചാരപ്രകാരം ഐശ്വര്യ ദിനമായി കരുതുന്ന അക്ഷയ തൃതീയ ദിനമായ ഇന്ന് പീരുമേട് തോട്ടം മേഖലയിലും സ്വർണം വാങ്ങുന്നതിനും പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിലും ഐശ്വര്യ ദിനമായി കരുതി നിരവധി ആളുകളാണ് ഉണ്ടായിരുന്നത്. തോട്ടം മേഖലയിലെ പ്രധാന സ്വർണ്ണ വ്യാപാര സ്ഥാപനങ്ങൾ രാവിലെ 8:30 മുതൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരുന്നു. ഈ വർഷത്തെ അക്ഷയ തൃതീയ ലക്ഷ്മി ദേവിക്ക് പ്രാധാന്യമുള്ള വെള്ളിയാഴ്ച വരുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ 3ാമത്തെ തിഥിയായ അക്ഷയ തൃതീയയിലും വെള്ളിയാഴ്ചയും ചേർന്ന് വരുന്ന ഈ അപൂർവ ദിനത്തിൽ വിഷ്ണുലക്ഷ്മി പ്രതീകമായ നാമങ്ങൾ ജപിക്കുന്നത് 4 ഇരട്ടി ഫലപ്രദകരമാണെന്നാണ് വിശ്വാസം. അക്ഷയ തൃതീയ ദിവസം ചെയ്യുന്ന സത്കർമ്മങ്ങളുടെ ഫലം ക്ഷയിക്കില്ല എന്നും പൊതുവെ വിശ്വാസമുണ്ട്. അക്ഷയ തൃതീയ എന്ന് കേൾക്കുമ്പോൾ സ്വർണമാണ് മനസ്സിലേക്ക് വരിക. ഈ ദിനം സ്വർണം വാങ്ങിയാൽ ഐശ്വര്യമാണ് എന്ന വിശ്വാസത്തിൽ സ്വർണം വാങ്ങുന്നവർ നിരവധിയാണ്. ശ്രീകൃഷ്ണൻ കുചേലനെ കുബാരനാക്കിയതും ഈ ദിവസമാണെന്നാണ് ഹൈന്ദവ വിശ്വാസം. അക്ഷയ തൃതീയ ദിവസമാണ് ശ്രീകൃഷ്ണൻ പാഞ്ചാലിക്ക് അക്ഷയപാത്രം സമ്മാനിച്ചത്. അക്ഷയം എന്നതിന് ക്ഷയം ഇല്ലാത്തത് എന്നാണ് അർത്ഥം. ഈ ദിനത്തിൽ ഈശ്വരകടാക്ഷം ലഭിച്ചാൽ സമ്പത്തിനോ ഐശ്വര്യത്തിനോ ആരോഗ്യത്തിനോ യാതൊരു കോട്ടവും സംഭവിക്കില്ല എന്നും വിശ്വാസമുണ്ട്. വൈശാഖ മാസത്തിലെ ശുഭമായ പകുതിയിലെ 3ാം ചാന്ദ്രദിനത്തിൽ സംഭവിക്കുന്ന ഒരു ഇന്ത്യൻ ഉത്സവമായ അക്ഷയ തൃതീയ ആക്തി അല്ലെങ്കിൽ അഖജിത് എന്നും അറിയപ്പെടുന്നു. അക്ഷയ എന്ന പേരിന്റെ അർത്ഥം ഒരിക്കലും കുറയാത്തത് എന്നാണ്. ഈ ഉത്സവത്തിൽ സ്വർണം വാങ്ങുന്നത് അനന്തമായ സമ്പത്ത് ഉറപ്പാക്കുമെന്ന് കരുതപ്പെടുന്നു. സമ്പത്തിന്റെയും വിശുദ്ധിയുടെയും പ്രതീകമെന്ന നിലയിൽ ഇന്ത്യൻ ഹൈന്ദവ സംസ്കാരത്തിൽ സ്വർണത്തിന് പ്രാധാന്യം ഉള്ളതിനാലും സ്വർണം വാങ്ങുന്നത് അനുഗ്രഹം എന്നതിനാലും 2024 അക്ഷയ തൃതീയ ദിനമായ മെയ് 10 രാവിലെ 5:33 മുതൽ 2024 മെയ് 11 പുലർച്ചെ 2:50 വരെയുമാണ് അനുയോജ്യമായ സമയം. ഈ വർഷം സ്വർണ്ണവില ഇന്ന് പവന് 53,600 രൂപയിൽ കുതിച്ചുയർന്നു നിൽക്കുമ്പോഴും ഐശ്വര്യദിനമായ അക്ഷയ തൃതീയയിൽ ഒരു പൊടി സ്വർണം വാങ്ങുന്നതിനുള്ള ബന്ധപ്പാടിലായിരുന്നു പീരുമേട് തോട്ടമേഖലയിലെ തൊഴിലാളികൾ അടക്കമുള്ള ജനങ്ങൾ. VR വിജയൻ, പീരുമേട്. തേവര SH കോളേജിൽ നടക്കുന്ന ഓൾ ഇന്ത്യ ഇന്റർ യൂണിവേഴ്സിറ്റി ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന MG യൂണിവേഴ്സിറ്റി ഹാൻഡ്ബോൾ ടീമിൽ ഇടുക്കി ജില്ലയിൽ നിന്ന് 3 പേർക്ക് സെലക്ഷൻ ലഭിച്ചു. കിരൺ R കൃഷ്ണ, അനീഷ് ജിജി,
ഇൻസ്മാം, അനസ് എന്നിവർക്കാണ് സെലക്ഷൻ ലഭിച്ചത്. തേവര SH കോളേജിൽ നടക്കുന്ന ഓൾ ഇന്ത്യ ഇന്റർ യൂണിവേഴ്സിറ്റി ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന MG യൂണിവേഴ്സിറ്റി ഹാൻഡ്ബോൾ ടീമിൽ ഇടുക്കി ജില്ലയിൽ നിന്നും 3 പേർക്ക് സെലക്ഷൻ ലഭിച്ചു. കിരൺ R. കൃഷ്ണ, അനീഷ് GJ, ഇൻസ്മാം, അനസ് എന്നിവർക്കാണ് സെലക്ഷൻ ലഭിച്ചത്. മൂവരും ഇടുക്കി ജില്ലാ താരങ്ങളാണ്. അനീഷ് GJ ആണ് ടീം ക്യാപ്റ്റൻ. കേരള ജൂനിയർ സീനിയർ യൂണിവേഴ്സിറ്റി ടീമിലും കിരൺ കേരള സബ് ജൂനിയർ യൂണിവേഴ്സിറ്റി ടീമിലും ഇൻസ്മാം കേരള ജൂനിയർ യൂണിവേഴ്സിറ്റി ടീമിലും അംഗമായിരുന്നു. കളമശ്ശേരി സെന്റ് പോൾസ് കോളേജ് BCom വിദ്യാർത്ഥികളാണ്. ഈ മാസം 2 മുതൽ 6 വരെ തേവര SH കോളേജിൽ നടന്ന സൗത്ത് ഇന്ത്യ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ MG ജേതാക്കളാണ്. ഓൾ ഇന്ത്യ യൂണിവേഴ്സിറ്റി ചാമ്പ്യൻഷിപ്പ് 12-ാം തീയതി വരെ SH കോളേജിൽ നടക്കും. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഈ വർഷത്തെ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ മികച്ച വിജയം നേടി കരിമണ്ണൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ. പരീക്ഷ എഴുതിയ 279 കുട്ടികളിൽ 261 പേരും വിജയിച്ചു. 94% വിജയം നേടി. ഈ വർഷത്തെ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ മികച്ച വിജയം നേടി കരിമണ്ണൂർ സെന്റ് ജോസഫ്സ്. പരീക്ഷ എഴുതിയ 279 കുട്ടികളിൽ 261 പേരും വിജയിച്ചു. 94% വിജയം നേടി. 73 കുട്ടികൾ ഫുൾ A+ കരസ്ഥമാക്കി. ബയോളജി ബാച്ചിൽ 99% വിജയവും 52 ഫുൾ A+ നേടി. കമ്പ്യൂട്ടർ സയൻസ് ബാച്ച് 10 ഫുൾ A+ നേടി 100% വിജയം കൈവരിച്ചു. കൊമേഴ്സ് ബാച്ചിൽ 91% വിജയവും 7 ഫുൾ A+ കരസ്ഥമാക്കി. ഹ്യൂമാനിറ്റീസ് ബാച്ചിൽ 4 ഫുൾ A+ നേടി 81% വിജയം കൈവരിച്ചു. ഫൗസ്റ്റീന സഹോദരങ്ങളുടെ ഫുൾ A+ നേട്ടം ഈ വർഷത്തെ പുതുമയായി. ഫൗസ്റ്റീൻ കമ്പ്യൂട്ടർ സയൻസ് ബാച്ചിലും ഫൗസ്റ്റീന ബയോളജി ബാച്ചിലുമായിരുന്നുവെങ്കിലും ബാക്കി എല്ലാ വിഷയങ്ങളും ഒരുമിച്ച് പഠിച്ച് വിജയം കൈവരിച്ചതിന്റെ സന്തോഷത്തിലാണ് കുട്ടികൾ. വിജയികളെ സ്കൂൾ മാനേജർ ഡോക്ടർ സ്റ്റാൻലി പുൽപ്രയിൽ, പ്രിൻസിപ്പൽ ബിസോയ് ജോർജ്, ഹെഡ്മാസ്റ്റർ സജി മാത്യു, PTA പ്രസിഡന്റ് ജോസൻ പറയുന്നിലം എന്നിവർ അഭിനന്ദിച്ചു. ന്യൂസ് ബ്യൂറോ, കരിമണ്ണൂർ. ചരിത്ര വിജയം ആവർത്തിച്ച കാളിയാർ സ്കൂൾ. സംസ്ഥാന ഹയർ സെക്കൻഡറി പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചപ്പോൾ 95% വിജയവുമായി കാളിയാർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ മിന്നും വിജയം കരസ്ഥമാക്കി കോതമംഗലം രൂപതയിൽ 1-ാം സ്ഥാനം നിലനിർത്തി. ചരിത്ര വിജയം ആവർത്തിച്ച കാളിയാർ സ്കൂൾ. സംസ്ഥാന ഹയർ സെക്കൻഡറി പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചപ്പോൾ 95% വിജയവുമായി കാളിയാർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ മിന്നും വിജയം കരസ്ഥമാക്കി കോതമംഗലം രൂപതയിൽ 1-ാം സ്ഥാനം നിലനിർത്തി. ആകെ പരീക്ഷ എഴുതിയ 213 കുട്ടികളിൽ 201 പേർ വിജയം കൈവരിച്ചു. ഇതിൽ 35 വിദ്യാർത്ഥികൾ ഫുൾ A+ നേടി. സയൻസ് വിഭാഗത്തിൽ നിന്നും വിദ്യാ രവീന്ദ്രൻ 1200-ൽ 1190 മാർക്ക് നേടി സ്കൂൾ ടോപ്പറായി. ഹയർ സെക്കൻഡറി എക്സാമിൽ എനിക്ക് 1200-ൽ 1190 മാർക്ക് ലഭിച്ചതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് താങ്ക്സ് പറയേണ്ടത് എന്നെ നല്ലപോലെ പഠിപ്പിച്ച എൻ്റെ അധ്യാപകരോട് തന്നെയാണ്. നല്ലൊരു അന്തരീക്ഷത്തിൽ തന്നെ പഠിച്ച് നല്ല കൂട്ടുകാരുടെ സപ്പോർട്ടായിട്ട് തന്നെ ഞാൻ എക്സാമിൽ നല്ല രീതിയിൽ നല്ല മാർക്ക് കരസ്ഥമാക്കാൻ സാധിച്ചു. ഈ ഹയർ സെക്കൻഡറി എക്സാമിൽ എനിക്ക് 97% ലഭിച്ചത്. ഞങ്ങളുടെ സ്കൂളിൻ്റെ ടീച്ചേഴ്സിൻ്റെയൊക്കെ ഒരു പ്രോത്സാഹനം കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് നേടാൻ സാധിച്ചത്. സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെയും സ്കൂളിലെ അധ്യാപകരുടെയും എല്ലാവിധ പിന്തുണയും അതുപോലെ തന്നെ അവർ ഞങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ച പഠന പദ്ധതികൾ മുതലായവ ഞങ്ങളെ വളരെയധികം മോട്ടിവേറ്റ് ചെയ്യാനും അതിനൊക്കെ സഹായിച്ചു. സ്കൂളിന് അഭിമാനകരമായ നേട്ടം കൈവരിച്ച വിദ്യാർത്ഥികളെ സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് മുണ്ടുനടയിൽ, പ്രിൻസിപ്പൽ ലൂസി ജോർജ്, സ്റ്റാഫ് സെക്രട്ടറി ഫാദർ ആന്റണി ഓവേലിൽ, PTA പ്രസിഡന്റ് ജോബി ജോർജ് എന്നിവർ അഭിനന്ദിച്ചു. കഴിഞ്ഞ 4 വർഷമായിട്ട് കോതമംഗലം കോർപ്പറേറ്റിൽ ഏറ്റവും മികവാർന്ന റിസൾട്ട് വാങ്ങിക്കുന്ന ഫസ്റ്റായിട്ട് നിൽക്കുന്ന 4ാമത്തെ വർഷവും ഫസ്റ്റായിട്ട് നിൽക്കാനായിട്ട് ഈ സ്കൂളിന് സാധിച്ചു. അത് തീർച്ചയായിട്ടും ഈ സ്കൂളിലെ അധ്യാപകരും കുട്ടികളും ഒരുമയോടെ ഡിസിപ്ലിനോടെ അവരുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് അത് സാധിച്ചത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഈ അവസരത്തിൽ എല്ലാ അധ്യാപകരെയും അതുപോലെ തന്നെ അഭിമാനകരമായ വിജയം നേടിയ എല്ലാ കുട്ടികളെയും ഞാൻ അഭിനന്ദിക്കുന്നു. അവർക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. അവരുടെ ജീവിതത്തിൽ സമൃദ്ധി അല്ലെങ്കിൽ ഐശ്വര്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. തികച്ചും ഗ്രാമീണമായ അന്തരീക്ഷത്തിൽ നിന്ന് വരുന്ന കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത്. അധ്യാപകരുടെ കഠിനമായിട്ടുള്ള അധ്വാനവും അതിനോടൊപ്പം കഠിനാധ്വാനം ചെയ്യാനുള്ള കുട്ടികളുടെ മനസ്സും മാതാപിതാക്കളുടെ പ്രോത്സാഹനവും മാനേജ്മെൻറ്റിൻ്റെ നല്ല സപ്പോർട്ടുമാണ് ഈ ഒരു വിജയം കൈവരിക്കാനായിട്ട് സാധിച്ചത്. 35 കുട്ടികൾ ഫുൾ A+ നേടി. 15 പേർക്ക് ഒരു വിഷയത്തിന് ആണ് A+ നഷ്ടമായത്. അത് 1 മാർക്കിനൊക്കെയാണ്. അവരും ഈ വിജയത്തിൽ പങ്കാളികളാണ്. അവരെയും എല്ലാ കുട്ടികളെയും അഭിനന്ദിക്കാനായിട്ട് ഈ അവസരം ഉപയോഗിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. കഴിഞ്ഞ ദിവസം
ദിവസം നിര്യാതനായ ടോമി വാളികുളത്തിന്റെ ഭൗതിക ശരീരം അറക്കുളം ആസ്കോ ക്രൗൺ പ്ലാസയിലും മൂലമറ്റം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലും പൊതുദർശനത്തിന് വെച്ചു. സംസ്കാരം മൂലമറ്റം സെന്റ് ജോർജ് ഫൊറോന പള്ളി സെമിത്തേരിയിൽ നടന്നു. ജീവിതത്തിന്റെ വിവിധ തുറകളിലുള്ളവർ ആദരാഞ്ജലികൾ അർപ്പിച്ചു. ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോട് കൂടെ. സർവം തേജസ്വിയാളുടെ മേൽ പ്രകാശിക്കുകയും ആത്മാവ് സലപരിശിശ്വാസിലെ ആത്മാക്കളും നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. അതിന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതലും നീക്കുമാവേ. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആശ്രയം ഉറപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. കർത്താവേ, മരിച്ചവരെ നികരണാപൂർവം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. പകർന്നീടും മർത്യനമർത്യത പുണരുന്നു. ക്ഷയമുള്ളോരക്ഷയനാകും മർത്യതയേവം സകലേശൻ നിതരാം നൂതനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാമിശിക കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ പിതാവേ, നൽകണമേ പുനരുദ്ധാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. നീക്കുവാമേ മഹിമയോടന്തിമവിധി നാളിൽ. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. മരണം വരുമൊരു നാളോർക്കുക മർത്യാ, നീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരുമൊരു നാളോർക്കുക മർത്യാ, നീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വൈദ്യുതി മുടങ്ങിയത് പുനഃസ്ഥാപിക്കാത്തതിൽ പ്രതിഷേധിച്ച് ഉപയോക്താക്കൾ പുലർച്ചെ 2 മണിക്ക് വൈദ്യുതി ഓഫീസിൽ സമരം നടത്തി. വെങ്ങല്ലൂർ ഗുരുവൈറ്റിസി വാർഡിലുള്ളവരാണ് ജനകീയ സമരവേദിയുടെ ആഭിമുഖ്യത്തിൽ രാത്രി സമരം നടത്തിയത്. വഴുത്തല സർവീസ് ബാങ്കിന്റെ കീഴിൽ പ്രവർത്തിച്ചു വന്നിരുന്ന വളം ഡിപ്പോ വഴുത്തലയിലുള്ള മണക്കാട് പഞ്ചായത്ത് മാർക്കറ്റ് ബിൽഡിംഗിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിച്ചു. ലക്ഷ്യബോധവും കഠിനാധ്വാനവും കൂട്ടായ പ്രവർത്തനവും ഉണ്ടെങ്കിൽ വിജയം സ്വന്തമാക്കാനാവുമെന്ന് കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ. വാഴത്തോപ്പ് കുടുംബാരോഗ്യ കേന്ദ്രം സംബന്ധിച്ചുള്ള പഞ്ചായത്ത് ഭരണസമിതിയുടെ അവകാശവാദം അടിസ്ഥാനരഹിതവും വസ്തുതകൾക്ക് നിരക്കാത്തതുമെന്ന് ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ ഇടുക്കി ജില്ലാ ഭാരവാഹികൾ ആരോപിച്ചു. അക്ഷയ തൃതീയ നാളിൽ സ്വർണം സ്വന്തമാക്കുവാൻ ജ്വല്ലറികളിൽ തിരക്കനുഭവപ്പെട്ടു.
ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.